വെൽക്കം ടു അമൂസ് കിച്ചൺ. ഞാൻ പത്മ പ്രവീൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് മസാല റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ഗ്രീൻ പീസ് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് പീസ് മസാല ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പീസാണ്. 1 കപ്പ് പീസ് നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ചധികം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനൊരു 8 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെച്ച പീസാണ്. ഈ പീസാണ് നമ്മൾ ആദ്യം വേവിക്കാൻ പോവാണ്. സോ ആദ്യം ഇതിനെ നമ്മൾ കുക്കറിലോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഇതൊരു മൂങ്ങുന്ന വിധത്തിലൊരു വെള്ളം. ഓക്കെ, വെള്ളം ഒഴിക്കാം. കുക്കർ അടച്ച് വേവിക്കാൻ വയ്ക്കാം. പീസ് മസാലയുടെ വേവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വേവിക്കാൻ പോകുന്നത് ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും അങ്ങനെയാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. ഓക്കെ, പീസ് അവിടെ കിടന്ന് വേവട്ടെ. നമുക്കപ്പോഴേക്കും അതിന് വേണ്ട ഗ്രേവി റെഡിയാക്കാം. ഓക്കെ, അതിനായിട്ട് ഒരു പാൻ വയ്ക്കുക. ഗ്യാസ് ഓൺ ചെയ്യുക. അതിനുശേഷം അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഓക്കെ, എന്നിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പം അതിലോട്ട് കുറച്ച് കടുകിട്ട് കൊടുക്കുക. ഓക്കെ, കടുക് നന്നായി പൊട്ടിയതിന് ശേഷം അതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നന്നായി ഇളക്കാം. ഈ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം മസാലയൊക്കെ റെഡിയായതിന് ശേഷം മാത്രം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചാൽ മതി. ഇനി ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 4 പച്ചമുളക് കീറിയിടാൻ പോവാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ടാണ് ഞാൻ 4 പച്ചമുളക് എടുത്തിരിക്കുന്നത്. വെള്ള പച്ചമുളകാണെങ്കിൽ എണ്ണം കുറയ്ക്കും. ഓക്കെ, 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നന്നായി കഴിക്കാം. അതിനുശേഷം അതിലോട്ട് ഇച്ചിരി കറിവേപ്പില. കുക്കറിൻ്റെ വിസിൽ ഫുൾ ഫ്ലെയിമിൽ 1 വിസിൽ വന്നു. അപ്പോൾ നമ്മൾ സ്ലിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്ലിമ്മിൽ 2 വിസിൽ വരണം. ഓക്കെ, ഇനി പച്ചമുളക് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ സവാളയും ബാക്കി എല്ലാ ചേരുവകളും കൂടിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഈ ഉള്ളി സവാള ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഓക്കെ, ഉള്ളി പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിന് പിന്നെ നോക്കിയിട്ടിടാം. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഓക്കെ, തീ എപ്പോഴും നോക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റാനായിട്ട്.
മൂന്നാമത്തെ വിസിൽ വന്നു. ഇനി ഒരു വിസിലും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പീസ് ഓഫ് ചെയ്യാം. നമ്മുടെ കുക്കറിൻ്റെ മൂന്നാമത്തെ വിസിലും വന്നു കഴിഞ്ഞു. നമ്മൾ കുക്കർ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ തന്നെ നമ്മളായിട്ട് ഇതിൻ്റെ ആവി കളയണ്ട. ഇത് അതിൻ്റെ ആവി തനിയെ പോട്ടെ, എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്താൽ മതി. അതുവരെ ഇതിങ്ങനെ ഇരുന്നോട്ടെ. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. ഓക്കെ, സ്ലിമ്മിൽ വയ്ക്കാം. സ്ലിമ്മിൽ വെച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി. എന്നുവെച്ചാൽ എരിവിനനുസരിച്ച് എല്ലാവരും മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി. ഓക്കെ, ഒരു നുള്ള് മതി ജീരകത്തിൻ്റെ പൊടി. ഇതിട്ടിട്ട് നന്നായിട്ട് വഴച്ചത്. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറണം. 2 മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഓക്കെ, നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുക. തീ ഒരിക്കലും കൂട്ടരുത്, കാരണം പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സവാള നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ച് ആണ് ഇടുന്നത്. തക്കാളി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഈ തക്കാളി ഇട്ട് ഈ സവാളയും ഈ പൊടികളും നമ്മൾ നേരത്തെ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം കൂടി നല്ല ഒരു വെന്ത് നല്ലൊരു ഉള്ളി ഏത് തക്കാളി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ലെവലാവണം. അതാണ് ഇതിൻ്റെ പരുവം. ഓക്കെ, അപ്പം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയത് കാരണം അടി പിടിക്കുന്നുള്ള പേടി വേണ്ട. എന്നാലും നമ്മളൊരു സേഫ് സൈഡ് എന്ന നിലയിൽ ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ചീനച്ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഓക്കെ, മാത്രമേ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണേ. നമ്മുടെ ഉള്ളിയും നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്രീൻ പീസ് മിക്സ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഗ്രീൻ പീസിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. വിസിലൊക്കെ താനെ പോയിട്ടുണ്ട് ഇതിൻ്റെ. കണ്ടോ, നമ്മൾ ഈ ഗ്രീൻ പീസ് നമ്മൾ ഈ ഗ്രേവിയിലോട്ട് ഇടാൻ പോവാണേ. എന്നിട്ട് ഇത് നന്നായി യോജിപ്പിക്കുക. നമ്മൾ ഉപ്പിട്ടിരിക്കുന്നത് മറ്റേ സവാള വഴറ്റുമ്പോഴാണ് ഉപ്പിട്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കണം. പോരെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പൊന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പിച്ചിരി കുറവുണ്ട്, കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കണേ. ഓക്കെ, ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഈ സ്റ്റേജിൽ നമ്മൾ ഇത് നിർത്താം. അതായത് ഇതിപ്പോൾ ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം കുറച്ചൊരു പച്ചവെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കാം. അല്ല എങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഒന്ന് റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാം. അല്ലെങ്കിൽ വെറുതെ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുകയും ചെയ്യാം. ഓക്കെ,
അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് നന്നായി മിക്സിയിലിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചിട്ട് ഞാനിതിലോട്ട് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, എനിക്ക് തേങ്ങ അരച്ചതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അരച്ചത് ചേർക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ഇഷ്ടമെങ്കിൽ അതും ചേർക്കാം. ഓക്കെ, തേങ്ങാപ്പാലാണ് ചേർക്കണമെങ്കിൽ ഒരു അരമുറി തേങ്ങാപ്പാൽ, അരമുറി തേങ്ങയുടെ പാൽ എടുത്തിട്ട് ചേർക്കാം. ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ്. ഇനി നിങ്ങൾ തേങ്ങാപ്പാലാണ് ചേർക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ ചിലപ്പോൾ പിരിയാനുള്ള ചാൻസ് ഉണ്ട്. അല്ല, തേങ്ങ അരച്ചാണ് ചേർക്കണമെങ്കിൽ നന്നായിട്ട് തിളപ്പിക്കാം. ഓക്കെ, അതായത് കൂടെ മിക്സിയിലുള്ള എല്ലാം എടുക്കണം, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം എടുക്കണം. മൂടിയിലുള്ളതും മിക്സിയിലുള്ളതൊക്കെ എടുക്കാം. ഓക്കെ, ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാം. ഗ്രേവി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇനിയിപ്പോൾ കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി നല്ല ലൂസായിട്ടുള്ള കറിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ല, ഇതിപ്പോൾ കട്ടിയായിട്ടുള്ള ഗ്രേവിയാണ് മതിയെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇത് ഇരിക്കെ കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ടിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. നന്നായിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ സ്ലിമ്മിലിടുക. എന്നിട്ട് ഏതൊരു നാടൻ കറിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും നമ്മൾ അവസാനം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മതി, ഒഴിക്കുക. അതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില, 4-5 കറിവേപ്പില, നമ്മൾ ഓൾറെഡി കറിവേപ്പില ഇട്ടിട്ടുണ്ട്, 4-5 കറിവേപ്പിലയും കൂടി ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ മേലെ ഇച്ചിരി മല്ലിയില. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ മിക്ക കറികളിലും മല്ലിയില ഇടാറുണ്ട്. ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഈ പാത്രം അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് ഇങ്ങനെ അടച്ചു വെച്ച് ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ഗ്രീൻ പീസ് മസാല കണ്ടോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ കോമ്പിനേഷൻ ചപ്പാത്തിയും ഗ്രീൻ പീസ് മസാലയാണ്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം.